അല്പസമയം മാത്രമാണ് ബാക്കിയുള്ളത്. പ്രധാനമന്ത്രി ഇവിടെ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്താൻ കുറച്ചു മുൻപ് അദ്ദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രത്യേക വിമാനത്തിൽ എത്തിക്കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ പ്രത്യേക വിമാനം, എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനം എത്തുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതുമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിന്റെ ലെഫ്റ്റ് വിൻഡോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10:24 കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഒരു ഭാഗത്ത് കാണുന്നത്. രഞ്ജിത്ത്, തുടരാം. അതാണ് വിമാനത്താവളത്തിലെത്തി അദ്ദേഹം ഈ പുത്തരിക്കണ്ടത്തേക്ക് എത്താൻ അധികം സമയമെടുക്കില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഏതായാലും നമ്മളോട് സംസാരിച്ച പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞ ഒരു കാര്യം വികസിത കേരളം, അതായത് BJPയുടെ മുഖ്യ അജണ്ട വികസിത കേരളം എന്ന മുഖ്യ അജണ്ടയുമായാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ രഞ്ജിത്ത് വിവിധ നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം ആരാഞ്ഞ പശ്ചാത്തലമുണ്ടായിരുന്നു. അപ്പോഴെല്ലാം രഞ്ജിത്തിനോട് നേതാക്കൾ പറഞ്ഞത് വികസിത കേരളം എന്നത് തന്നെയാണ്. ഒരല്പമെങ്കിലും രാഷ്ട്രീയം പറഞ്ഞത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവർ മാത്രമായിരുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മറ്റെല്ലാവരും പ്രധാനമന്ത്രി വരുന്നു, പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കാൻ. ഡെപ്യൂട്ടി മേയർ ആശാനാഥ് അടക്കം അങ്ങനെ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നത് സംബന്ധിച്ച ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകിയില്ല. കാത്തിരിക്കൂ എന്നതാണ്. അതുതന്നെയാണ് ഇനിയും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് മേയർ രാജേഷ് സൂചിപ്പിച്ചത് ഇനിയും പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്, കൃത്യമായ പഠനം നടത്തേണ്ടതുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ വമ്പൻ പദ്ധതികളുമായി മുന്നോട്ടു പോകും. തിരുവനന്തപുരം നഗരത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് ആവർത്തിക്കുന്നുണ്ട് രഞ്ജിത്ത്. തീർച്ചയായും ഈ തിരുവനന്തപുരം നഗരം സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഏറെ പ്രതീക്ഷയുള്ള ഒരു സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടേത്. വമ്പൻ പ്രഖ്യാപനങ്ങൾ, സംസ്ഥാനത്തെ സഹായിക്കുന്ന, സംസ്ഥാനത്തിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് സംസ്ഥാനം. അത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ പ്രധാനം 4 ട്രെയിനുകളുടെ ഒരു പ്രഖ്യാപനമാണ്. ഒപ്പം അതിവേഗ ട്രെയിൻ പദ്ധതി എന്നുള്ള കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ, കൊച്ചുവേളി വരെയുള്ള വലിയൊരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് DMRC നീക്കം നടത്തിയെന്ന് ശ്രീ കൃഷ്ണപ്രസാദ് നമ്മളോട് അല്പം മുമ്പ് കൃഷ്ണദാസ് പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അദ്ദേഹം റെയിൽവേ വികസന സമിതിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞത് ഈ ശ്രീധരൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം തലസ്ഥാനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, വികസനത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, അതിന്റെ വികസന നയരേഖ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എങ്കിലും തലസ്ഥാനവുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും മോദി പ്രഖ്യാപിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. BJPക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിലുള്ള ഒരു വമ്പൻ മുന്നേറ്റം എന്ന് അവർ കേരളത്തിൽ ചിത്രീകരിക്കുന്ന ഒന്നാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രധാനമന്ത്രി അടക്കം പല പ്രസംഗങ്ങളിലും പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെയും കേരളത്തിലെയും, മഹാരാഷ്ട്രയിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ടായ വിജയവും കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഉണ്ടായ വലിയ വിജയവും മറ്റുമാണ്. അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാക്കി അവർ മാറ്റുന്നുണ്ട്. ആ തരത്തിലുള്ള പ്രാധാന്യം കേരളത്തിൽ നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടി അത് ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും പ്രഖ്യാപനങ്ങളിലും മറ്റും ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണണം. അപ്പോഴും വളരെ കൃത്യമായ ഒരു ഡെക്കോറം പാലിച്ചുകൊണ്ട് നേതാക്കൾ ആരും എന്താണ് പ്രധാനമന്ത്രി പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത തരുന്നില്ല. അത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി വന്ന് പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ എന്തിനു പറയണമെന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.